റെവിറ്റ് MEP മലയാളത്തിൻ്റെ 47ാമത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോണത് നമ്മൾ വരച്ച ഈ ഒരു പ്രൊജക്റ്റിലേക്ക് എങ്ങനെ സൺഷെയ്ഡ് കൊണ്ടുവരാം എന്നുള്ളതാണ്, അല്ലെങ്കിൽ സൺഷെയ്ഡ് എങ്ങനെ വരയ്ക്കാം എന്നുള്ളതാണ്. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് സൺഷെയ്ഡിൻ്റെ ഹൈറ്റ് എത്ര വേണം, അതിൻ്റെ തിക്നെസ് എത്ര വേണം, ലെങ്ത് എത്ര വേണം, അതിനെക്കുറിച്ചൊക്കെ കൃത്യമായിട്ടുള്ളൊരു ഡേറ്റ വേണം. അപ്പോൾ ഞാൻ ഓൾറെഡി അത് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇവിടെ സൺഷെയ്ഡിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 2100 അത് നമുക്കറിയാം. നമ്മുടെ വിൻഡോ അല്ലെങ്കിൽ നമ്മളെ ഡോറൊക്കെ വന്നിരിക്കുന്നത് എത്രയാണ്, അതിൻ്റെ ഹെഡ് ഹൈറ്റ് എന്ന് പറയുന്നത് എത്രയാണ്, 2100 അപ്പോൾ അതിൻ്റെ തൊട്ട് മേളിലായിട്ട് വേണം സൺഷെയ്ഡ് നിൽക്കേണ്ടത്. പിന്നെ ഉള്ളത് ലെങ്ത് ആണ്. ലെങ്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സൺഷെയ്ഡിൻ്റെ തള്ള് എത്രത്തോളം വേണം എന്നുള്ളതാണ്. ഓക്കെ, അത് 600 mm ആണ് നമുക്ക് വേണ്ടത്. അതുപോലെ തന്നെ അതിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് 50 mm ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിൽ വേണം നമുക്ക് സൺഷെയ്ഡ് വരയ്ക്കേണ്ടത്. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ലെവൽ 3യിലേക്ക് വരുവാണ്. കാരണം എന്ന് വെച്ചാൽ ലെവൽ 3യുടെ ഹൈറ്റ് എന്ന് പറയുന്നത് എത്രയാണ്, അതായത് ലെവൽ 2 ലെവൽ 3 വരെയുള്ള ഹൈറ്റ് എന്ന് പറയുന്നത് 2100 ആണ്. എൻ്റെ സൺഷെയ്ഡ് നിൽക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ തിക്നെസ് ബോട്ടം നിൽക്കേണ്ടത് 2100 അതിൻ്റെ തിക്നെസ് വരേണ്ടത് മേളിലേക്കാണ്. അപ്പം 50 mm മേളിലേക്ക് വരും. അതായത് ലെവൽ 3യിലേക്കാണ് പിന്നെ അതിൻ്റെ തിക്നെസ് കയറി വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ ലെവൽ 3 ഇവിടെ എടുത്തത്. ഓക്കെ, അതിനുശേഷം ഞാനിവിടെ ആർക്കിടെക്ചറിലേക്ക് പോയി ഇവിടെ ഫ്ലോർ എടുത്തതിന് ശേഷം ഇപ്പോൾ ഇവിടെ നമുക്ക് വരയ്ക്കുന്നതിന് മുന്നേ ഒരു കാര്യം ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇവിടെ നോക്കുമ്പോൾ അറിയാം, ഈ ഒരു ഔട്ടർ ലൈൻ എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ മുന്നേ വരച്ചിട്ടുള്ള ബേസ്മെൻറ്റിൻ്റെ ബോർഡറാണ്. ഓക്കെ, അതായത് നമ്മൾ ലെവൽ 1ൽ വരച്ച ഒരു ബോർഡറാണ്. അത് പക്ഷേ നമുക്ക് ലെവൽ 3യിൽ കാണിക്കേണ്ട കാര്യമില്ല, പക്ഷേ ഇവിടെ വന്നിരിക്കുകയാണ്. അപ്പോൾ അതിനെ എങ്ങനെ മാറ്റാന്നുള്ളത് ആദ്യം നോക്കാം. അതിന് വേണ്ടി ഞാൻ ഇത് ക്ലോസ് ചെയ്യുകയാണ്. ക്ലോസ് ചെയ്തതിന് ശേഷം ഇപ്പോൾ ഞാനിവിടെ ലെവൽ 3ലാണുള്ളത്. ലെവൽ 3ൽ വന്നതിന് ശേഷം ഇവിടെ പ്രോപ്പർട്ടി ബോക്സിനുള്ളിൽ ഇവിടെ അണ്ടർലേ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ഇതിലിപ്പം റേഞ്ച് ഓഫ് ബേസ് എന്ന് പറയുന്നത് എത്രയാണ്, ലെവൽ 2 ആണ് കിടക്കുന്നത്. ഓക്കെ, എനിക്ക് ലെവൽ 2 അല്ല വേണ്ടത്, ലെവൽ 3 ആണ് വേണ്ടത്. ലെവൽ 3ന്ന് ലെവൽ 4 വരെയുള്ളതാണ് കാണിക്കേണ്ടത്. ഓക്കെ, അങ്ങനെ ഒരെപ്പോഴും കണ്ട ആ ഒരു ബോർഡർ ലൈൻ ഇവിടെ പോയിട്ടുണ്ട്, അല്ലെങ്കിൽ ആ ഒരു ബൗണ്ടറി ഇവിടെ നിന്ന് പോയിട്ടുണ്ട്. അത് എനിക്കിപ്പം ഇവിടെ കാണിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ലെവൽ 3 മുതൽ ലെവൽ 4 വരെയുള്ള എന്തൊക്കെയുണ്ടോ അതൊക്കെ മാത്രമേ ഇവിടെ കാണിച്ചു തരത്തുള്ളൂ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി എങ്ങനെയാണ് സൺഷെയ്ഡ് വരയ്ക്കേണ്ടതെന്നുള്ളത് നോക്കാം. ഓക്കെ, ആണ് ഇവിടെ പ്രോപ്പർട്ടി ബോക്സിനകത്ത് ഹൈറ്റ് ഓഫ്സെറ്റ് കൊടുക്കണം. ഹൈറ്റ് ഓഫ്സെറ്റ് ഞാൻ ഇവിടെ ഇപ്പോൾ കൊടുക്കാൻ പോണ ഒരു 65 mm ആണ്. ഓക്കെ, എന്തുകൊണ്ടാണ് ഞാൻ ഇവിടെ 65 mm ഓഫ്സെറ്റ് കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. ഇവിടെ ഞാൻ സൗത്ത് എലിവേഷനിലേക്ക് വരികയാണ്. എനിക്കിവിടെ ലെവൽ 2 മുതൽ ലെവൽ 3 വരെയുള്ള ഹൈറ്റ് എന്ന് പറയുന്നത് 2100 ആണ്. പക്ഷേ ഈ ഡോറിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത്, ടോട്ടൽ ഹൈറ്റ് എന്ന് പറയുന്നത്, ഈ ഒരു ചെറിയ പാനൽ ഉൾപ്പെടെയുള്ള ഹൈറ്റ് എന്ന് പറയുന്നത് 2125 ആണ്. അതായത് 2125 mm കൂടെ ഹൈറ്റ് കൂടുതലാണ്. പക്ഷേ അത് ഇങ്ങോട്ട് വരപ്പോഴേക്കും, അതായത് വിൻഡോയിലേക്ക് വരപ്പം വീണ്ടും കൂടുന്നുണ്ട്. അതായത് ടോട്ടൽ ഹൈറ്റ് എന്ന് പറയുന്നത്, എൻ്റെ പാനൽ ഉൾപ്പെടെയുള്ള ഹൈറ്റ് എന്ന് പറയുന്നത് 2160 ആണ്. അപ്പോൾ സൺഷെയ്ഡ് നിൽക്കേണ്ടത് എപ്പോഴും ഈ ഒരു പാനലിൻ്റെ മേൽഭാഗത്തായിട്ടാണ്. അതുകൊണ്ട് തന്നെ ഞാനൊരു 5 mm കൂടെ കൂടുതലിട്ടുകൊണ്ടാണ് ഇവിടെ സൺഷെയ്ഡ് വരയ്ക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സൺഷെയ്ഡ് വരയ്ക്കാൻ വേണ്ടിയിട്ട് പല രീതിയിലും വരയ്ക്കാനായിട്ട് സാധിക്കും. ഇപ്പം ഈ ഒരു വിൻഡോയ്ക്ക് മാത്രം കണക്കാക്കിയിട്ട് ഓരോ വിൻഡോയ്ക്കും സെപ്പറേറ്റ് സൺഷെയ്ഡായിട്ട് വരയ്ക്കാം. അതല്ല എങ്കിൽ ടോട്ടൽ, അത് വീട് മൊത്തത്തിൽ കവറായി നിൽക്കുന്ന രീതിക്ക് സൺഷെയ്ഡ് വരയ്ക്കാം. അത് നമ്മളെ ഇഷ്ടമാണ്, എങ്ങനെ വേണമെങ്കിലും നമുക്കതിനെ വരച്ചെടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഞാനിപ്പോൾ വരയ്ക്കാൻ പോണത് ഇത് മൊത്തത്തിൽ കവറായി നിൽക്കുന്ന രീതിക്കാണ്. ഓക്കെ, ഞാൻ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഞാൻ 600 mm ലെങ്ത് എടുത്തിട്ടുണ്ട്. ലെങ്ത് എടുത്തതിന് ശേഷം ഇങ്ങനെ റൗണ്ട് ചെയ്ത് വരയ്ക്കുവാണ്. വീണ്ടും ഇവിടെ നിന്നൊരു 600 mm ഇവിടെ കൊണ്ടുവന്ന് നമ്മൾ കൃത്യമായിട്ട് കൊണ്ടുവന്നൊരു കട്ട് കൊടുക്കുകയാണെങ്കിൽ വീണ്ടും നമുക്ക് ഇങ്ങോട്ട് മെഷർമെൻറ്റ് എടുക്കാനായിട്ട് എളുപ്പമാവും. വീണ്ടും ഇങ്ങോട്ട് വരയ്ക്കുവാണ്. ഓക്കെ, ഞാൻ ഇവിടെ കൊണ്ടുവന്ന് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ക്ലോസ്ഡ് ആയിട്ടുള്ളൊരു ലൈനായി. ഓക്കെ, അതിനുശേഷം ഞാനിവിടെ ടിക്ക് മാർക്ക് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു സൺഷെയ്ഡ് ഇവിടെ വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ 3D വ്യൂ നോക്കാം. അതിന് വേണ്ടിയിട്ട് വ്യൂ വന്ന ശേഷം ഇവിടെ 3D എടുക്കുമ്പോൾ കണ്ടോ, ഇതുപോലൊരു സൺഷെയ്ഡ് ഇവിടെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ പ്രോപ്പർട്ടീസൊക്കെ വേണമെങ്കിൽ മാറ്റി കൊടുക്കാം, വേറെ എന്തെങ്കിലും ഒരു മെറ്റീരിയൽ വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പം എഡിറ്റ് ടൈപ്പിലേക്ക് പോയതിനു ശേഷം നമുക്കറിയാലോ മെറ്റീരിയൽ എങ്ങനെയാണ് ആഡ് ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിവിടെ ആഡ് ചെയ്തപ്പോഴേക്കും ഈ ഒരു താഴത്തൊരു മെറ്റീരിയൽ മാറിയിട്ടുണ്ട്. അതിനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് രണ്ടും ഒരേ ടൈപ്പാണ്. ഓക്കെ, ഇങ്ങോട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് തന്നെ ആ ഒരു സൺഷെയ്ഡൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി വേണമെങ്കിൽ സൺഷെയ്ഡിൽ വേണമെങ്കിൽ നമുക്ക് സ്ലോപ്പ് കൊടുക്കാനായിട്ട് കഴിയുന്നു. അതിന് വേണ്ടി എഡിറ്റ് ടൈപ്പിൽ പോയതിനു ശേഷം ഇവിടെ സ്ലോപ്പ് ആരോ കൊടുത്തിട്ട് നമുക്ക് ചെറിയ സ്ലോപ്പ് കൊടുക്കാം. അപ്പം നമ്മളിവിടെ സ്ലോപ്പ് ആര കൊടുത്ത് ഒരു ചെറിയ സ്ലോപ്പ് കൊടുക്കുകയാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഓരോ സൈഡിലും ഇത് കട്ട് ചെയ്ത് വേണം ഈ ഒരു സൺഷെയ്ഡ് ഉണ്ടാക്കേണ്ടത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇതിലൊരു സ്ലോപ്പ് കൊടുക്കുകയാണെങ്കിൽ ഇങ്ങോട്ടാണ് സ്ലോപ്പ് കൊടുക്കുന്നതെങ്കിൽ ഈ ഒരു ഭാഗം സ്ലോപ്പ് ആവും, പക്ഷേ ഈ ഒരു ഭാഗം മേളിലേക്ക് പോകും. കാരണം ഇത് ഒറ്റ പ്രോപ്പർട്ടി ആയിട്ട് കിടക്കുക. ഇത് ഒരു സൈഡ് കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ സ്ലോപ്പ് ആര കൊടുത്തുകൊണ്ട് ചെയ്യാനായിട്ടൊക്കെ സാധിക്കും. അപ്പോൾ ഇങ്ങനെയാണ് സൺഷെയ്ഡ് ഉണ്ടാക്കുന്നത്. ഇനി ഒരു മെത്തേഡും കൊണ്ടുണ്ട്, അത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ നോക്കാം.